മരുന്നുകളുടെ പരസ്യത്തിനും പ്രചാരണത്തിനും കർശന മാർഗനിർദ്ദേശങ്ങളുമായി ഒമാൻ. ഡ്രഗ്സ് സേഫ്റ്റി സെന്ററിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ മരുന്നുകളുടെ പരസ്യം നൽകാനോ പ്രോത്സാഹിപ്പിക്കാനോ പാടില്ല. പൊതുജനാരോഗ്യവും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലൈസൻസ് ഉള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, പ്രാദേശിക ഏജന്റുമാർ, അംഗീകൃത കൺസൾട്ടിംഗ് ഓഫീസുകൾ എന്നിവയ്ക്ക് മാത്രമാണ് ഒമാനിൽ ഡ്രഗ് സേഫ്റ്റി സെന്ററിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങാതെ മരുന്നുകൾ പരസ്യപ്പെടുത്താനോ പ്രോത്സാഹിപ്പിക്കാനോ അനുമതിയുള്ളത്. മറ്റേതൊരു സ്ഥാപനവും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സേഫ്റ്റി സെന്ററിൽ നിന്നും അനുമതി വാങ്ങിയിരിക്കണമെന്നാണ് നിർദ്ദേശം. ഒമാൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ലൈസൻസ് ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകളും മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരസ്യപ്പെടുത്തേണ്ട മരുന്നുകളുടെ വിവരം ഡ്രഗ് സേഫ്റ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. പരസ്യത്തിന്റെയോ വിവരണത്തിന്റെയോ ഉള്ളടക്കവും മരുന്നിലെ ഘടകങ്ങളുടെ സ്വഭാവവും തമ്മിലോ വ്യത്യാസമുണ്ടാവാൻ പാടില്ല. ലഘുലേഖകളിലെ വിവരണത്തിലും വ്യത്യാസമുണ്ടാകരുത്. മരുന്നിന്റെ പരസ്യവും വിതരണവും ആരെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് വ്യക്തമാക്കണം. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളോ മറ്റു മരുന്നുകളെ ദോഷകരമായി ബാധിക്കുന്ന പരാമർശങ്ങളോ പാടില്ല. മരുന്നിന്റെ പരസ്യത്തിന്റെ പകർപ്പും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ലൈസൻസ് ലഭിക്കാനുള്ള അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. അപേക്ഷ സമർപ്പിച്ച തീയതി മുതൽ 60 ദിവസത്തിൽ കൂടാത്ത കാലയളവിനുള്ളിൽ കേന്ദ്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും മറുപടി ലഭിച്ചില്ലെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെട്ടതായി കണക്കാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. മരുന്നിന്റെ ലൈസൻസ് നമ്പർ എല്ലാ പരസ്യങ്ങളിലും രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിലുണ്ട്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.